OnePlusന്റെ OnePlus 13R എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 43,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് OnePlus 13R എന്ന ഫോണിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. നമ്മൾ ആദ്യം ഡിസ്പ്ലേഡ് ആയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.78 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. ഫുൾ HD റെസൊല്യൂഷനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള റെസൊല്യൂഷനൊക്കെ വരുന്നുണ്ട്. പിന്നെ AMOLED ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. LTPO എന്നുള്ള ഫീച്ചർ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് റിഫ്രഷ് റേറ്റ് 1 ഹെർട്സിന്റെയും 120 ഹെർട്സിന്റെയും ഇടയിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഇതിൽ മാക്സിമം 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ആയിരിക്കും സപ്പോർട്ട് ചെയ്യുക. പിന്നെ പഞ്ചോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെന്റർ ഭാഗത്തായിട്ടാണ്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 4500 നിറ്റ്സ് ആണ്. പിന്നെ ഗൊറില്ല ഗ്ലാസ് 7യുടെ പ്രൊട്ടക്ഷൻ ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം തിരക്കുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒക്കെ ഇതിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. പിന്നെ അലേർട്ട് സ്ലൈഡർ എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. അതായത് സൈഡിൽ വരുന്ന ഒരു ബട്ടൺ ആണ്. ഇപ്പൊ സൈലൻസ് ഒക്കെ ചെയ്യാൻ ഇത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ വരുന്നുണ്ട്. ഫോണിന്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 206 ഗ്രാം ആണ്. തിക്നെസ് വരുന്നത് 8 mm ആണ്. പിന്നെ IP65 റേറ്റിംഗ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ആസ്റ്റൽ ട്രെയിൽ അതുപോലെ തന്നെ നെബുല നോയർ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പൊ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. 43,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് വളരെ മികച്ചൊരു പ്രോസസർ ആണ് എന്ന് തന്നെ പറയാവുന്നതാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് എന്ന് തന്നെ പറയാം. അപ്പം വളരെ മികച്ച നല്ലൊരു പ്രോസസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബേസ് വേരിയന്റിൽ 12 GB റാമും 256 GB ഇന്റേണലുമാണ് വരുന്നത്. 16 GB റാമും 512 GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR5Xന്റെ റാമും UFS 4.0 സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പിന്നെ ഫോൺ പെട്ടെന്ന് നീറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് VC കൂളിംഗ് സിസ്റ്റം ഇതിൽ വരുന്നുണ്ട്. ഇതിന്റെ ഏരിയ വരുന്നത് 9140 mm² ആണ്. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. Android 15 ബേസ് ആയിട്ടുള്ള OxygenOS സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഒരു ഫോണിൽ 4 കൊല്ലത്തെ OS അപ്ഡേറ്റും അതുപോലെ തന്നെ 6 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. പിന്നെ ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. 50 മെഗാ പിക്സലിന്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന സോണി LYT700 മെയിൻ ക്യാമറ സെൻസറാണ് ഇതിൽ വരുന്നത്. വോയിസിന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ 2 മെഗാ പിക്സലിന്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കൊടുത്തിട്ടുണ്ട്. മൂന്നാമത് 50 മെഗാ പിക്സലിന്റെ f2.0 അപ്പേഴ്സിൽ വരുന്ന ഒരു ടെലിഫോട്ടോ ലെൻസ് ആണ് വരുന്നത്. ഇതിൽ 2x ഒപ്റ്റിക്കൽ സൂം ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം പഴയ വെർഷൻ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതില് 2 മെഗാ പിക്സൽ വലിയ യൂസ് ഒന്നുമില്ലാത്ത സെൻസർ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിലോട്ട് വരുമ്പോൾ നമുക്ക് ടെലിഫോട്ടോ ലെൻസ് ലഭിക്കുന്നുണ്ട്. അതൊരു അപ്ഗ്രേഡ് ഒക്കെ തന്നെയാണ്. പിന്നെ ഫ്രണ്ടിൽ 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. അപ്പം ഓൺ പേപ്പർ അത്യാവശ്യം തിരക്കില്ലാത്ത നല്ല ക്യാമറ സ്പെസിഫിക്കേഷൻ ഇതിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. ബാറ്ററിയുടെ കാര്യത്തിൽ 6000 mAh ബാറ്ററി വരുന്നുണ്ട്. അപ്പൊ നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി തന്നെ ഇതിൽ വരുന്നുണ്ട്. 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. നല്ലൊരു ചാർജിങ് സ്പീഡും ആണ്. പിന്നെ Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 12 GB റാം വെർഷന്റെ വില വരുന്നത് 42,999 രൂപയാണ്. 16 GB റാം വെർഷന്റെ വില വരുന്നത് 49,999 രൂപയാണ്. ജനുവരി 13 മുതലാണ് ഫോണിന്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ICICIയുടെ കാർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 3000 രൂപയുടെ ഓഫും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 43,000 രൂപ പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല പ്രോസസറുമായിട്ട് വരുന്ന ഒരു ഫോണാണ് ഈ ഒരു ഫോണ്. ബാക്കി ഫീച്ചേഴ്സും അത്യാവശ്യം ഇതൊക്കെയുള്ള നല്ല ഫീച്ചേഴ്സ് തന്നെയാണ്. ഓൺ പേപ്പർ നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും നല്ല ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷനും നല്ല ബാറ്ററി സെറ്റപ്പും കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രോസസർ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസറുമാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ 43,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോണിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. ഇപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും OnePlus 13R എന്ന സ്മാർട്ട് ഫോൺ. അപ്പം ഇതാണ് ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.